എല്ലാവർക്കും കിനുസ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പോൾട്ടി ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്ലീവിൻ്റെ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോൾട്ടി ബട്ടൺ തയ്യാറാക്കണം. കുറച്ച് ക്ലോത്ത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് 2 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുമുള്ള ഒരു സ്ക്വയർ പീസ് എടുത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലോത്തിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ ഉരുട്ടി ഒരു ബോൾ പരുവത്തിലാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഈ സ്ക്വയർ പീസിൻ്റെ സെൻറ്ററിലോട്ട് വെച്ചിട്ട് മടക്കി ഉരുട്ടി ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു ബോൾ പരുവത്തിൽ ആവും. നന്നായിട്ട് ഉരുട്ടി ഒന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു നൂലുപയോഗിച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്യാം. നന്നായി ടൈറ്റ് ചെയ്യണേ. പിന്നെ നമ്മളൊരു 8 പോൾട്ടി ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ സ്ലീവ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്ലീവിൽ 4ഉം അടുത്ത സ്ലീവിൽ 4ഉം. ഇതുപോലെ നന്നായി നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ പോൾട്ടി ബട്ടൺ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് അടുത്തതും തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ നമ്മൾ നന്നായി ഉരുട്ടി വെച്ച് നമുക്കൊരു സൂചി ഉപയോഗിച്ചും ഇതിനെ നന്നായി ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പോൾട്ടി ബട്ടൺസും റെഡിയാക്കി എടുക്കാം. ഇനി സ്ലീവ്സ് കട്ട് ചെയ്യാണ് വേണ്ടത്. 6.5 ഇഞ്ച് മുകളിലത്തെ നീളവും താഴ്ഭാഗത്ത് 3.25 ഇഞ്ച് നീളവും വീതി വന്നിട്ട് 10.5 ഇഞ്ചാണ്. ഇതുപോലെ നമ്മൾ ലൈനിങ് ക്ലോത്തും ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു 1/2 ഇഞ്ച് മാറി ലൈനിങ് ക്ലോത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ നിന്നും ഒരു 1/2 ഇഞ്ച് നീക്കി മുകളിലേക്കും താഴ്ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഹാഫായി നമ്മൾ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഭാഗത്ത് നിന്നും 1 ഇഞ്ച് മുകളിലേക്കും 1 ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മളുടെ പോൾട്ടി ബട്ടൺ വച്ച് തയ്ക്കേണ്ടത്. ഇതുപോലെ ബോൾ ഭാഗം ഉള്ളിലേക്കാക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. മാർക്ക് ചെയ്ത ഓരോ ഭാഗങ്ങളിലായിട്ടും ഓരോ പോൾട്ടി ബട്ടൺ വെച്ച് റെഡിയാക്കി എടുക്കാം.
4 ബട്ടണും ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ സ്ലീവിൻ്റെ മെയിൻ ക്ലോത്ത് എടുത്തിട്ട് നല്ല ഭാഗം ഉള്ളിലേക്കും ചീത്ത ഭാഗം പുറത്തും വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് 1/2 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം. പൊൾട്ടി ബട്ടൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. എളുപ്പമാണ്. താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മറിച്ച് ഇതിൻ്റെ തുമ്പിലൂടെ നമുക്കൊരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ താഴ്ഭാഗം വരെ ഇതുപോലെ തയ്ച്ചെടുക്കാം. താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുക. നമ്മളുടെ സ്ലീവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു.